പ്രാദേശിക വിഭാഗീയത ഉണ്ടാക്കുന്ന വെല്ലുവിളികൾക്കിടെ സിപിഎം ജില്ലാ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കം. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്താണ് ആദ്യ ജില്ലാ സമ്മേളനം. ഫെബ്രുവരി 9 മുതൽ 11 വരെ തൃശൂരിൽ നടക്കുന്ന സമ്മേളനത്തോടെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാകും. മാർച്ച് ആദ്യം സംസ്ഥാന സമ്മേളനവും ഏപ്രിൽ മധുരയിൽ പാർട്ടി കോൺഗ്രസും നടക്കും. CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ അമരന്മാർ, രക്തസാക്ഷികൾ അമരന്മാർ, അമരന്മാർ അവർ അനശ്വരന്മാർ, അമരന്മാർ അവർ അനശ്വരന്മാർ. വിഭാഗീയതയുടെ കാലം കഴിഞ്ഞെന്ന് വീമ്പു മുഴക്കുന്ന നേതൃത്വത്തിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു ബ്രാഞ്ച് മുതൽ ഏരിയ സമ്മേളനങ്ങൾ വരെ നീണ്ട കടുത്ത വിഭാഗീയ നീക്കങ്ങൾ. മുൻകാലത്തെ പോലെ സംഘടിത രൂപവും സംസ്ഥാന തലത്തിൽ ഏകോപനവുമില്ലെങ്കിലും ചെറുതല്ലാത്ത തലവേദനയാണ് പ്രാദേശിക വിഭാഗീയത സിപിഎമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആശയവൈരുദ്ധ്യങ്ങൾക്കപ്പുറം പദവികൾക്ക് വേണ്ടിയും വ്യക്തി താൽപര്യങ്ങളുടെ പേരിലുമാണ് പലയിടത്തുമുള്ള പ്രശ്നങ്ങൾ. തമ്മിൽ തല്ല് തെരുവിലേക്ക് നീണ്ട കൊല്ലത്തെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വന്നു. തിരുവനന്തപുരം മംഗലപുരത്ത് സമ്മേളന ഹാളിൽ നിന്നിറങ്ങി വന്ന മുൻ ഏരിയ സെക്രട്ടറി ചെന്നു നിന്നത് BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര കമ്മിറ്റി തന്നെ പ്രവർത്തിക്കുന്നു. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് BJP പാളയത്തിലേക്ക് ചേക്കേറിയത്. ജില്ലകളിൽ വെല്ലുവിളികളെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വം നടത്തുന്നുണ്ടെങ്കിലും ഒട്ടും ആശാവഹമല്ല കാര്യങ്ങൾ. ഏരിയ സമ്മേളനം വരെ ഉണ്ടായ വിഭാഗീയ നീക്കങ്ങൾ ജില്ലാ സമ്മേളനത്തിലേക്ക് വ്യാപിച്ചാൽ അത് പാർട്ടിക്ക് നാണക്കേടാകും. സർക്കാരിനും സർക്കാരിന്റെ നയങ്ങൾക്കുമെതിരെ വലിയ വിമർശനങ്ങൾ സമ്മേളനങ്ങളിൽ ഉയർന്നിരുന്നു. ജില്ലാ സമ്മേളനത്തിലും അതിന് കുറവുണ്ടാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിനും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും അണികളെ സജ്ജമാക്കുക കൂടിയാണ് CPM സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തുടർഭരണത്തിൽ തുടർച്ച സ്വപ്നം കാണുന്ന പാർട്ടിക്കും മുന്നണിക്കും കരുത്ത് പകരുന്ന നേതൃത്വത്തെ തെരഞ്ഞെടുക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് CPMന് മുന്നിലുള്ളത്. ചില ജില്ലകളിലെങ്കിലും പുതിയ സെക്രട്ടറിമാർ വരും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരും. സീതാറാം യെച്ചൂരിയുടെ പകരക്കാരനായി പുതിയ ജനറൽ സെക്രട്ടറിയെ പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.